ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് ആണ്. അപ്പം ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഓഫ് 2006 കുറിച്ചായിരിക്കും. അതിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡെഫിനിഷൻസ്, അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ്, ജനറൽ പ്രൊവിഷൻസ്, പിന്നെ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ആക്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ സെക്ഷൻസും ഓരോ ചാപ്റ്റേഴ്സും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ അതിന് ശേഷം വേറെയും കുറെ ലോസ് വരുന്നുണ്ട്, CRPC, CPC ഒക്കെ വരുന്നുണ്ട്. But for this class, we'll deal with the first one, which is the Food Safety and Standards Act of 2006. സോ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹെൽത്തിനും നമ്മുടെ പ്രോപ്പർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് സേഫ് ആയിരിക്കും. ഇതുകൊണ്ട് ഫുഡ് സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് ഉണ്ടോ, അതോ അതില് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ മോശമായ രീതിയിൽ ബാധിക്കുന്ന എന്തെങ്കിലും കെമിക്കൽസോ ക്വാളിറ്റി കുറവായിട്ടുള്ള എന്തെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഫുഡ് സേഫ്റ്റിയോ ഡീൽ ചെയ്യുന്നത്. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ആക്ടിന് മുന്നേ 2006 ആക്ട് പാസ് ചെയ്തതിന് മുന്നേ നമുക്ക് കുറെ ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആക്ടുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഓഫ് 2006. So this was passed on 23rd August 2006. 23rd August 2006 ഇത് പാസ് ആക്കിയത്. പക്ഷെ ഇത് ഫോഴ്സിൽ വന്നത്, അതായത് എൻഫോഴ്സ്ഡ് ആയി എല്ലായിടത്തും കൺട്രിയിൽ മൊത്തം എൻഫോഴ്സിബിൾ ആയത് 5th August 2011. സോ ടേംസ് മാറരുത്. FSSA ആക്ട് പാസ്സാക്കിയത് ഡേറ്റ് ചോദിച്ചാൽ ഇറ്റ് ഇസ് 23rd August 2006. ബട്ട് അത് എന്നാണ് ഫോഴ്സിലോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓൺ 5th August 2011. സോ എന്തൊക്കെയായിരുന്നു ഈ ആക്ടിന്റെ പേർപ്പസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ഉള്ള കുറെ ലോസ് ഉണ്ട്. അതിന് ഒന്നിച്ച് ഒറ്റൊരു ഒറ്റൊരു അതോറിറ്റിന്റെ കീഴിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാ ലോസിനെയും കൺസിഡറേറ്റ് ചെയ്തിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ദിസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSA നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് ആയിരുന്നു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ദെൻ ഓരോ ഫുഡ് ആർട്ടിക്കിൾസും ഫുഡ് പ്രോഡക്ട്സും ഫുഡ് ആർട്ടിക്കിൾസിന് വേണ്ട സ്റ്റാൻഡേർഡ്സ്, അതിലുള്ള ന്യൂട്രിയൻസിന്റെ സ്റ്റാൻഡേർഡ്സ്, അതിൽ അലൗഡ് ആയിട്ടുള്ള കണ്ടാമിനൻസും പെസ്റ്റിസൈഡ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സ്, അതിന്റെ ഒക്കെ സയന്റിഫിക് സ്റ്റാൻഡേർഡ്സ് ഈ ആക്ട് പ്രിസ്ക്രൈബ് ചെയ്തു. അതേപോലെ തന്നെ ഫുഡ് മാനുഫാക്ചറിങ്, ഫുഡ് സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, ദെൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഫുഡ്, ഇതിന്റെ ഒക്കെ റെഗുലേഷൻ ഈ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഹ്യൂമൻ കൺസംഷനിൽ സേഫ് ആയിട്ടുള്ള ഫുഡ് ആണ് കിട്ടുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതും ഈ ഒരു ആക്ട് തന്നെയാണ്. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ കുറെ ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ആ ആക്ട് പ്രകാരം ഫുഡ് സേഫ്റ്റിനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: the assurance that food is acceptable for human consumption according to its intended use. ഇങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഫുഡ് സേഫ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫുഡ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് സേഫ് ആണെന്ന് എൻഷുർ ചെയ്യുക, അതേപോലെ തന്നെ ഫുഡ് ബോൺ ഇൽനെസ്സുകൾ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. ഇപ്പൊ ഫുഡ് സേഫ്റ്റിയിൽ വരുന്ന ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പം അതിൽ ഒത്തിരി സ്റ്റേജസും ഒത്തിരി പ്രോസസ്സുകളും വരുന്നുണ്ട്. ഒറിജിൻ ഓഫ് ഫുഡ്, പ്രാക്ടീസസ് റിലേറ്റഡ് ടു ഫുഡ് ലേബലിംഗ്, ഫുഡ് ഹൈജീൻ, then food additives and contaminants, policies on biotechnology and food, then management guidelines for the management of import and export, inspection and certification system for foods. So food manufacturing തൊട്ട് food sale, അതില് import export, അങ്ങനെ എല്ലാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നുണ്ട്.
സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പാസ്സായപ്പോൾ അതിന് മുന്നേ എക്സിസ്റ്റ് ചെയ്ത പല ഫുഡ് റിലേറ്റഡ് ലോസിനെയും കൺസോളിഡേറ്റ് ചെയ്തു. ആ 6 ലോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഓഫ് 1954, Fruit Products Order 1955, Meat Food Products Order 1973, Vegetable Oil Products Control Order 1947, Edible Oil Packaging Regulation Order 1988, and finally Milk and Milk Products Order 1992. അപ്പം ആദ്യം ഓരോ ഫുഡ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് വേറെ വേറെ ലോസ് ആയിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഫോളോ ചെയ്ത് ഇതിനൊക്കെ ട്രാക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എല്ലാത്തിനെയും ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ആക്ട് പാസ്സാക്കിയത് ഓൺ 2006. ആൻഡ് ഈ ആക്ടിനെ ഗവേൺ ചെയ്യുന്നതും ഇത് വരുന്നതും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അടിയിലാണ്. സോ ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. Is that clear? This was a short introduction. So, ഇനി നമുക്ക് നമ്മുടെ ആക്ടിലോട്ട് ഇറങ്ങിച്ചെല്ലാം. അപ്പം FSSA ആക്ടിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ആക്ടിന് 12 ചാപ്റ്റേഴ്സ്, 101 സെക്ഷൻസ് ആൻഡ് 2 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. സോ ദ ആക്ട് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്ററിലും കുറെ സെക്ഷൻസ് ഉണ്ട്. ടോട്ടൽ 101 സെക്ഷൻസ് ആണ് ഉള്ളത്. ആൻഡ് ഫൈനലി ഏറ്റവും താഴെയായിട്ട് അവസാനമായിട്ട് 2 ഷെഡ്യൂൾസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ആക്ട് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. FSSAI എസ്റ്റാബ്ലിഷ് ചെയ്തത് സെക്ഷൻ 4 പ്രകാരമാണ്. സോ ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4 ഓഫ് ദി ആക്ട് ഇൻ 2006. FSSAI ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ലോ കാരണം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബോഡിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ന്യൂഡൽഹി. അത് കൂടാണ്ട് 4 റീജിയണൽ ഓഫീസേഴ്സും ഉണ്ട്: ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. So headquarters is in New Delhi and the regional offices again New Delhi, Mumbai, Kolkata and Chennai. അതേപോലെ തന്നെ ഈ ആക്ട് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആസ് ഓഫ് ജൂലൈ 29, 2022 ഇത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലുള്ള ഡേറ്റ ആണ്. ആസ് ഓഫ് 2022 നമുക്ക് ഇന്ത്യയിൽ 224 ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ആണുള്ളത്. അതിൽ 53 of them are state government laboratories, then 145 private laboratories ആണ്, then 26 other government laboratories. അത് കൂടാണ്ട് you have 20 referral laboratories അല്ലെങ്കിൽ laboratories for referral food samples. ഇത് ഗവൺമെന്റിന്റെ കീഴിൽ ഡയറക്ട്ലി വരുന്നതല്ല, റെഫർ ചെയ്യുന്ന ചില സ്പെഷ്യൽ കേസസിൽ ഫുഡ് ടെസ്റ്റിംഗിന് വേണ്ടി നമ്മൾ ചില ലാബിനെ റെഫർ ചെയ്യും. അങ്ങനെ അപ്രൂവ് ആക്കിയിട്ടുള്ള ലബോറട്ടറീസ് ആണ് ഈ 20 എണ്ണം. ആൻഡ് പ്രൈമറി ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ് എന്ന് പറയുന്നത് ഫുഡ് വോളണ്ടറി ചില സ്പെഷ്യൽ കേസസിൽ അഗെയിൻ ടെസ്റ്റിംഗിനൊക്കെ വേണ്ടി എസ്റ്റാബ്ലിഷ് ആണ് പ്രൈമറി ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്. അപ്പം FSSAI ഒരിക്കലും പ്രൈമറി ലാബ്സിന് എസ്റ്റാബ്ലിഷ് ചെയ്യാറില്ല. ഗവൺമെന്റിന്റെ കീഴിൽ ഓൾറെഡി ഉള്ള ലാബ്സിലേക്കാണ് ഫുഡ് ടെസ്റ്റിംഗിനൊക്കെ കൊണ്ടുപോകുന്നത്. ദെൻ കുറച്ചൊരു റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് 2022 ന്യൂസ് ആണിത്. നമ്മുടെ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമായിരുന്നു സോഫ്റ്റൽ, അതായത് സ്ട്രെങ്തനിങ് ഓഫ് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. ഈ ഒരു സ്കീം പ്രകാരം മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു സോഫ്റ്റൽ ഓർ ദി സ്ട്രെങ്തനിങ് ഓഫ് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. അപ്പൊ ഈ ഒരു സ്കീം പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 254 മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ആണ് നമ്മൾ സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സിനെ നമ്മൾ വിളിക്കുന്ന ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്നാണ്. സോ ഇറ്റ് ഇസ് മോർ കൺവീനിയന്റ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഫുഡ് ടെസ്റ്റിംഗിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൊബൈൽ ആയിട്ടുള്ള ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്. അപ്പം അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള സ്റ്റേറ്റ് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിന്റെ കുറെ അതിന്റെ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട് ബേസിക് ലാബ് എക്വിപ്മെന്റ്സ്, ഹൈ എൻഡ് എക്വിപ്മെന്റ് ഇൻസ്റ്റലേഷൻ, മൈക്രോബയോളജി ലാബ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊക്കെ ഈ ഒരു സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ബേസിക് ഐഡിയ ഓഫ് ദി സോഫ്റ്റ് ഓർ ദി സ്ട്രെങ്തനിങ് ഓഫ് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. ഓക്കെ, സോ ഫുഡ് സേഫ്റ്റി ഈ FSS ആക്ട് ഓഫ് 2006 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പം ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ആസ്പെക്ട് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് ചിലപ്പം ഏത് ചാപ്റ്റർ ആണ് ഏതിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഈ ഒരു സെക്ഷനെ പ്രത്യേകിച്ചാല് ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഡയറക്റ്റ് ആണ്, കൺസെപ്ച്വൽ ആയിട്ട് ഒന്നും ചോദിക്കാനില്ല. കാരണം ഒരു ആക്ട് ആണ്, അപ്പൊ അതിന് ചോദിക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്.
സോ ചിലപ്പം ഏത് ചാപ്റ്റർ എന്ന് ചോദിക്കാം, ഏത് സെക്ഷൻസ് ആണ് ഉള്ളത് വരെ ചോദിക്കാം. ഇപ്പൊ ചാപ്റ്റർ 1 പ്രിലിമിനറി ഡെഫിനിഷൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് വൺ ഇസ് ചാപ്റ്റർ 2 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. Then chapter 3 general principles of food safety. Chapter 4 general provisions as to food prohibitions. Then chapter 5 provisions relating to import. Food import ഒക്കെ ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 5 ആണ്. Then special responsibilities as to food safety deal chapter 6-ലാണ്. Chapter 7 enforcement of the act. Chapter 8 analysis of food laboratory sampling and public analysis. Then chapter 9 offenses and penalties. Again chapter 10 is important, adjudication and food safety appellate tribunal. Then 11 finance account audits and reports. Then chapter 12 miscellaneous ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ചാപ്റ്റർ 12-ലാണ്. ആൻഡ് നമുക്ക് ഇനിയും കുറെ ഓരോ ചാപ്റ്ററിലും കുറെ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസ് ആണ് ചിലപ്പം എടുത്തു ചോദിക്കാൻ പോകുന്നത്. സോ ചാപ്റ്റർ 1 സെക്ഷൻ 3-ലാണ് എല്ലാ ഡെഫിനിഷൻസും വരുന്നത്. ചാപ്റ്റർ 2 നേരത്തെ പറഞ്ഞു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റും ബാക്കിയുള്ള എല്ലാമാണ് ചാപ്റ്റർ 2 ഡീൽ ചെയ്യുന്നത്. സോ സെക്ഷൻ 4 ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ്. സെക്ഷൻ 5 ആണ് നമ്മുടെ ഈ അതോറിറ്റിന്റെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിന്റെ കോമ്പസിഷനും അതിന്റെ സ്ട്രക്ചറും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 11 and 12 പിന്നെ ബാക്കിയുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ബോഡി അതോറിറ്റീസ് ഉണ്ട്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, സെക്ഷൻ 13 സയന്റിഫിക് പാനൽസ്, Section 14 scientific committees, and Section 16 duties and functions of the food authority. Chapter 4 ആണ് general provisions as to articles of food ഡീൽ ചെയ്യുന്നത്. അതിൽ ഓരോ സെക്ഷൻസും ഓരോ ഫുഡ് ആർട്ടിക്കിൾസ് ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസിനെയും വെച്ചാണ് ഡീൽ ചെയ്യുന്നത്. സോ സെക്ഷൻ 19 ഡീൽ ചെയ്യുന്നത് ഫുഡ് അഡിറ്റീവ്സും പ്രോസസിംഗ് എയ്ഡ്സിനെയും ഡീൽ ചെയ്യുന്നു. സെക്ഷൻ 20 contaminants and toxins. Section 21 insecticide, pesticides, veterinary drug residues, antibiotic residues. So മിക്ക കെമിക്കൽസ് ഒക്കെ വരുന്ന സെക്ഷൻ 29-ലാണ്. സെക്ഷൻ 22 ആണ് കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, നോവൽ ഫുഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, ദെൻ സ്പെഷ്യൽ ഡയറ്ററി ഫുഡ്സ് ഇതൊക്കെ വരുന്നു. സെക്ഷൻ 23 ഡീൽസ് വിത്ത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. ദെൻ സെക്ഷൻ 24 deals with the restriction of advertisement and prohibition as to unfair trade practices. അപ്പം ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ജസ്റ്റ് ഓരോ സെക്ഷൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. Then chapter 5 deals with provisions relating to import. അതിൽ സെക്ഷൻ 25 മാത്രമേ ഉള്ളൂ. സെക്ഷൻ 25 ആണ് ഫുഡ് ഇമ്പോർട്ട്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതേപോലെ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഫുഡ് സേഫ്റ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സോ സെക്ഷൻ 26 ഡീൽസ് വിത്ത് FBO റെസ്പോൺസിബിലിറ്റി, അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേഷൻസ് റെസ്പോൺസിബിലിറ്റി. സെക്ഷൻ 27 liability of manufacturers, packers, wholesalers, distributors and sellers. Section 28 food recall. Again chapter 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ എൻഫോഴ്സ്മെന്റ് ആണ്. അപ്പം ഈ ചാപ്റ്റർ 7-ലാണ് കുറെ ഓഫീസേഴ്സിനൊക്കെ വരുന്നത്. ഓഫീസേഴ്സിന് ഓരോ ഡ്യൂട്ടീസും വരുന്നത് ഈ ചാപ്റ്ററിലാണ്. അതിൽ സെക്ഷൻ 29 ഡീൽസ് വിത്ത് അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദി എൻഫോഴ്സ്മെന്റ്. സെക്ഷൻ 30 very important, commissioner of the food safety of the state. And section 31 licensing and registration of FBO. Section 32 not very important. Section 36 designated officers. Section 37 food safety officers. Section 38 powers of the food safety officers. Then section 39 liability of food safety officers. And section 42 procedure for launching prosecution. പിന്നെയുള്ള ചാപ്റ്റർ 8 ഫുഡ് അനാലിസിസ് ആണ്. ചാപ്റ്റർ 9 ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ്. ചാപ്റ്റർ 10 അഡ്ജുഡിക്കേഷൻ. ചാപ്റ്റർ 11 ഫൈനാൻസ് അക്കൗണ്ട്സ് ആൻഡ് ചാപ്റ്റർ 12 മിസ്സലേനിയസ്. അപ്പം ഒറ്റൊരു വട്ടം ആദ്യം തന്നെ ഈ ആക്ടിന്റെ ഓരോ ചാപ്റ്റേഴ്സും സെക്ഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ വളരെ വളരെ കൺഫ്യൂസിംഗ് ആയിരിക്കും, പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നതായിരിക്കില്ല. ബട്ട് ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് സിലബസിൽ. സോ ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടേബിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഓരോ സെക്ഷൻസ് ഏതാണെന്ന്. കാരണം ചിലപ്പം അങ്ങനെ തന്നെ ചോദിച്ചേക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, general principles to be followed in the administration of Act in Food Safety and Standards Act of 2006 are discussed under which section? Food safety general principles to be followed. Food safety related general principles ഏത് സെക്ഷനിലാണ് ഡീൽ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്.
എനി ഐഡിയ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഓർ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് സെക്ഷൻ 18. ചാപ്റ്റർ 3-ലാണ് ആകെ ചാപ്റ്റർ 3-ലുള്ള ഒറ്റൊരു സെക്ഷൻ ആണ് ഇത്, ജനറൽ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട് ഓർ ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി. ചാപ്റ്റർ 3-ലുള്ള ഒരു സെക്ഷൻ, ഒറ്റൊരു സെക്ഷൻ ആണിത്, ജനറൽ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. അപ്പൊ എത്രയും ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് പല സമയം ചോദിക്കുന്നത്. സിമിലർലി വേറൊരു ക്വസ്റ്റ്യൻ, responsibilities of designated officer for the enforcement of FSSA 2006 are discussed under which section? 29. Yeah, correct answer is 36. കാരണം ചാപ്റ്റർ 7-ലുള്ള 36-ലാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനെ കുറിച്ച് വരുന്നത്. അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് നോക്കാം, വിച്ച് ഇസ് ദി കീ പ്രൊവിഷൻസ്. ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ എന്താണ്, ഈ ഒരു ആക്ട് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, റെഗുലേഷൻ, എൻഫോഴ്സ്മെന്റ്, ഇതിനൊക്കെ എന്താണ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇതിനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടോപ്പ് റെഗുലേറ്ററി ബോഡിയാണ് FSSAI. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓരോ സയന്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ഫുഡ് ഇൻഗ്രീഡിയൻസ്, കണ്ടാമിനൻസ്, ദെൻ ലേബലിംഗ്, പാക്കേജിംഗ്, അഡിറ്റീവ്സ്, ഇതിലൊക്കെ പ്രോപ്പർ സേഫ്റ്റിയും ക്വാളിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓരോ ഫുഡ് ബിസിനസ് ഓപ്പറേഷൻസിനും രജിസ്റ്റർ ചെയ്യാനും പിന്നെ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ലൈസൻസസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് തന്നെയാണ്. ദെൻ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ്. സോ ഈ ആക്ട് പ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് ഓരോ ഫുഡ് ബിസിനസ് ഓപ്പറേഷൻസിലും മാനുഫാക്ചറിംഗ് സെന്റേഴ്സിലും ഒക്കെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും സാമ്പിൾസ് കളക്ട് ചെയ്യാനും, ഇനി ഇൻ കേസ് ഇവര് സ്റ്റാൻഡേർഡ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട പെനാൾട്ടീസ്, ഫൈൻസ്, ഇംപ്രിസൺമെന്റ്സ്, ഇതൊക്കെ എൻഫോഴ്സ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡിനെ മാർക്കറ്റിൽ നിന്ന് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ പിൻവലിക്കാനും അതോറിറ്റി അല്ലെങ്കിൽ പവർ ഈ ഒരു ആക്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അഡ്ജുഡിക്കേഷൻ പെനാൾട്ടീസ്, അതായത് ഫുഡ് സേഫ്റ്റി കേസസ് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൾട്ടീസും പിന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ്, അതായത് ലീഗലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് ആണ്. ഓൾസോ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ പവേഴ്സും അവരുടെ റോൾസും എന്തൊക്കെയാണ് ഈ ഒരു ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ റെഗുലേറ്റിംഗ് ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഫുഡ്, ഓൾസോ ഈ ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ് ഫുഡ്സിന്റെ ലേബലിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഈ ഒരു ആക്ട് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 കീഴില് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇനി കൊടുത്തിട്ടുള്ളത്. ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അഡിറ്റീവ്സ് റെഗുലേഷൻസ് ഓഫ് 2011. ഈ ഒരു റെഗുലേഷൻ 2011 പ്രകാരമാണ് ഫുഡ് അഡിറ്റീവ്സ്, കണ്ടാമിനൻസ് ആൻഡ് ലേബലിംഗിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻസ് ഓഫ് 2011 എന്താണ് ലേബലിംഗ് റിക്വയർമെന്റ്സ്. ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് പ്രോഡക്റ്റിന് ലേബലിൽ വേണ്ട എന്തൊക്കെയാണ് നെയിം, ഇൻഗ്രീഡിയൻസ്, ന്യൂട്രീഷൻസ് ആൻഡ് അലർജൻസ്, ഇതിനൊക്കെ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻസ് ഓഫ് 2011 ആണ്. Similarly, prohibition and restriction on sales regulations of 2011. ചില ഫുഡ് പ്രോഡക്ട്സിന്റെയും അഡിറ്റീവ്സിന്റെ ഒക്കെ സെയിലും അതേപോലെ തന്നെ അതിന്റെ പ്രൊഹിബിഷൻ അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ 2011 റെഗുലേഷൻ ആണ്. സിമിലർലി വേറെയും കുറെ ഉണ്ട്. ദ കണ്ടാമിനൻസ്, ടോക്സിൻസ് ആൻഡ് റെസിഡ്യൂസ് റെഗുലേഷൻ ഓഫ് 2011. This sets maximum permissible levels for contaminants and residues. ഫുഡ് പ്രൊഡക്ട്സിൽ അലൗ ചെയ്തിരിക്കുന്ന കണ്ടാമിനൻസിന്റെയും റെസിഡ്യൂസിന്റെ ഒക്കെ മാക്സിമം ലിമിറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഈ ഒരു റെഗുലേഷൻ ആണ്. ദെൻ ഇമ്പോർട്ട് റെഗുലേഷൻ 2017. ഫുഡ് പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ട് പിന്നെ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, ലേബലിംഗ്, ഇൻസ്പെക്ഷൻ റിക്വയർമെന്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ട് റെഗുലേഷൻസ് ഓഫ് 2017 ആണ്. എനിക്ക് തോന്നുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത പ്രൊഹിബിഷൻ, റെസ്ട്രിക്ഷൻ, സെയിൽസ് റെഗുലേഷൻസ് അഗെയിൻ വന്നു. ആൻഡ് ഫൈനലി എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ പല കൺസ്യൂമർ അവയർനെസ് പ്രോഗ്രാംസും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും ഒക്കെ
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് സേഫ്റ്റിന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റൂൾസ് ആൻഡ് അടുത്ത സിലബസിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അല്ലെങ്കിൽ FSSAI ആക്ട് 2006 സെക്ഷൻ 91 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഈ ആക്ടിന്റെ ഓരോ കാര്യങ്ങളും എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു പറയുന്നുണ്ട്. അതിൽ തന്നെ സെക്ഷൻ 92 ക്ലോസ് 1 പറയുന്നുണ്ട് ഫുഡ് അതോറിറ്റിക്കും വേണമെങ്കിൽ എന്താണ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഫുഡ് അതോറിറ്റി അല്ലെങ്കിൽ FSSAIക്ക് അങ്ങനെ എന്തെങ്കിലും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രീവിയസ് അപ്രൂവൽ വേണം. സോ സെക്ഷൻ 91 സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി റൂൾസ് ഉണ്ടാക്കാം. സെക്ഷൻ 92 ക്ലോസ് 1 പ്രകാരം ഫുഡ് അതോറിറ്റിക്ക് ആണ് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫൈനൽ റൂൾസ് ഒക്കെ 5th May of 2011 നോട്ടിഫൈ ചെയ്തു. ആൻഡ് ഫൈനൽ റെഗുലേഷൻസ് ഹാവ് ബീൻ നോട്ടിഫൈഡ് ഇൻ ദി ഗസറ്റ് ഓൺ 1st August of 2011. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണിത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലൈസൻസിംഗ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് റെഗുലേഷൻ 2011, ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫുഡ് അഡിറ്റീവ്സ് റെഗുലേഷൻ 2011, packaging and labeling regulations of 2011, food recall procedures 2017, prohibition restriction on sales 2011, contaminants, toxins and residues regulation 2011, import regulations of 2017, and prohibition and restriction on sales regulation 2011. സോ ഇതിൽ വരുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ബിക്കോസ് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ നൗ ദാറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് പോകാനുള്ള ടോപ്പിക് ആണ് അതോറിറ്റീസ്. നമ്മുടെ ഈ ഒരു FSSAI ആക്ട് ഓഫ് 2006 കുറെ അതോറിറ്റീസ് വരുന്നുണ്ട്. സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ആയിട്ട് ഒത്തിരി അതോറിറ്റീസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ അതോറിറ്റീസിന്റെ സ്ട്രക്ചർ, അവരുടെ കോമ്പസിഷൻ, പിന്നെ അവരുടെ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആണ് നോക്കാനുള്ളത്. ഓക്കെ, the first one is ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒബ്വിയസ്ലി അപ്പം അത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 4 അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. FSSAIന് ഒരു നോട്ടിഫിക്കേഷൻ വഴി സെൻട്രൽ ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 4. ആൻഡ് FSSAI എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോർപ്പറേറ്റ് ബോഡി ആണെന്ന് പറയുന്നത് വെച്ചാൽ അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. FSSAI എന്ന് പറഞ്ഞൊരു ബോഡി ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. സോ ഇറ്റ് ഇസ് എ കോർപ്പറേറ്റ് ബോഡി വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ FSSAIന്റെ മേലെയുള്ള ചെയർപേഴ്സണും പിന്നെ വേറെ ഏതെങ്കിലും അതോറിറ്റീസ് ഒക്കെ പോയാൽ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരും. അതുകൊണ്ടാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. കോമൺ സീൽ എന്ന് പറയുമ്പം ഈ ഒരു അതോറിറ്റീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ ഒരു സീൽ ഉണ്ടായിരിക്കും. അവരുടെ ലോഗോ ആണ് അവരുടെ സീൽ എന്ന് പറയുന്നത്. സോ സെക്ഷൻ 5 ഓഫ് ദി ചാപ്റ്റർ, സെക്ഷൻ 5 ഡീൽ ചെയ്യുന്നത് FSSAIന്റെ കോമ്പോസിഷൻ ആണ്. അപ്പൊ FSSAIയിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 22 മെമ്പേഴ്സ് ഉണ്ടാവും. ഇതിൽ 1/3 ഓഫ് ദം ഷുഡ് ബി വിമൺ. മെമ്പേഴ്സ് എന്ന് പറയുന്നത് 22 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 7 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദീസ് ആർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഫ്രം മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. 7 മിനിസ്ട്രീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ആക്ച്വലി ഈ ഒരു അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓഫീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആൾക്കാരായിരിക്കില്ല. ഓൾറെഡി വേറെ മിനിസ്ട്രീസിലെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആൾക്കാരായിരിക്കും. അവരെങ്ങനെ ജസ്റ്റ് ഇതിലോട്ടും ഇട്ടു എന്നേ ഉള്ളൂ. ആ 7 മിനിസ്ട്രീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ 7 മിനിസ്ട്രീസ് അല്ലെങ്കിൽ 7 ഇതിലുള്ള മിനിസ്ട്രീസിലുള്ള 7 ഡിപ്പാർട്ട്മെന്റ്സിലുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ 2 representatives from the food industry, 2 representatives from consumer organizations, 3 eminent food technologists or scientists, 5 members representing states and union territories on rotation. ഓരോ ടെന്യൂറിലും 5 മെമ്പേഴ്സ് ആയിരിക്കുന്നുണ്ട്. 5 സ്റ്റേറ്റ്സിനുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഒന്നിച്ചുള്ള 5 റെപ്രസെന്റേറ്റീവ്. ദെൻ
2 representatives from farmers organization, and 1 representative from retailers organization. So these are the 22 members. 7 ex officio members, 2 representatives from food industry, 2 from consumer organization, 3 from food, 3 scientists, 5 members representing state and union territories, 2 farmer organization representatives, and 1 representative from retailers organization. ഇവർ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സോ അപ്പോയിന്റ്മെന്റ്സും ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 5-ൽ തന്നെയാണ്. അപ്പോൾ ചെയർപേഴ്സണിനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സെലക്ഷൻ കമ്മിറ്റിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ മെമ്പേഴ്സിനെയും ചെയർപേഴ്സണ് എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ചെയർപേഴ്സൺ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? പേഴ്സൺ ഓഫ് എമിനൻസ് ഇൻ ഫുഡ് സയൻസ് ഓർ അഡ്മിനിസ്ട്രേഷൻ എന്ന് മാത്രമേ ആ ലോയിൽ പറയുന്നുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആൻഡ് സെലക്ഷൻ കമ്മിറ്റി ആണ് നമ്മൾക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. സോ സെലക്ഷൻ കമ്മിറ്റിന്റെ കോമ്പൻസേഷൻ പറയുന്നത് സെക്ഷൻ 6-ലാണ്. സോ സെലക്ഷൻ കമ്മിറ്റി വിൽ ഹാവ് എ ക്യാബിനറ്റ് സെക്രട്ടറി ആസ് ദി ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ഇസ് ദി ക്യാബിനറ്റ് സെക്രട്ടറി. അത് കൂടാണ്ട് കുറെ മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പേഴ്സ് ആയിട്ട് അതിലൊരു മെമ്പർ കൺവീനർ ആയിരിക്കും, സെലക്ഷൻ കമ്മിറ്റിന്റെ കൺവീനർ ആയിരിക്കും. യൂഷ്വലി സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ആക്ട്. ഈ ആക്ടിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അപ്പം അവിടെ ആ മിനിസ്ട്രിന്റെ സെക്രട്ടറി ഇൻ ചാർജ് ആയിരിക്കും കൺവീനർ. അത് കൂടാണ്ട് യു വിൽ ഹാവ് 3 സെക്രട്ടറി ഇൻ ചാർജ്, വേറെ 3 സെക്രട്ടറി ഇൻ ചാർജ് ഉണ്ടായിരിക്കും ഡീലിംഗ് വിത്ത് ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ് ആൻഡ് പേഴ്സണൽ അഫയേഴ്സ്. അപ്പം ഈ 3 മിനിസ്ട്രീസിനുള്ള 3 സെക്രട്ടറി ഇൻ ചാർജസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചെയർമാൻ ഓഫ് ദി പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് ആൻഡ് എമിനന്റ് ഫുഡ് ടെക്നോളജിസ്റ്റ് നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സോ ദിസ് ഇസ് ദി കോമ്പൻസേഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും, then a convener, secretary in charge of ministries related to health, legislative affairs and personnel, chairman of the public enterprises selection board, food technologists nominated by the central government. Is that clear? Okay. Now section 7 deals with the term of office. അതായത് നമ്മുടെ FSSAIയിലുള്ള ഓരോ മെമ്പേഴ്സിന്റെയും ടെന്യൂർ, അവർക്ക് എത്രത്തോളം കാലാവധി ഉണ്ട്, എത്ര കാലം അവർക്ക് തുടരാൻ പറ്റും. അക്കോർഡിംഗ് ടു സെക്ഷൻ 7, ചെയർപേഴ്സണിനും മെമ്പേഴ്സിനും 3-year ടേം ആണുള്ളത്. 3 വർഷമാണ് നിൽക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഒരു വട്ടം കൂടെ അഡീഷണൽ ആയിട്ട് വീണ്ടും റീ അപ്പോയിന്റ് ചെയ്യാം. ചെയർപേഴ്സന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 ആണ്. ബാക്കിയുള്ള മെമ്പേഴ്സിന് അങ്ങനെ ഏജ് ലിമിറ്റ് പറയുന്നില്ല, 3 years ആണ്. അപ്പം നമ്മുടെ FSSAIയില് 5 മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസിനായിരിക്കും. അപ്പം 5 പേര് അവരുടെ 3 വർഷം കഴിഞ്ഞാൽ അടുത്ത വട്ടം വേറെ 5 സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ എല്ലാവരുടെയും ടെന്യൂർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3 years, ദെൻ എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ഫോർ an additional 3 years. അപ്പൊ മാക്സിമം വരുന്നത് 6 years ആയിരിക്കും വരിക. ആൻഡ് സാലറി അലവൻസസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു അതോറിറ്റി എടുക്കുമ്പോൾ അവർ ഓത്ത് ഓഫ് ഓഫീസ് അസ്യൂം ചെയ്യണം. ദെൻ റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 8 ആണ്. ഇപ്പം ചെയർപേഴ്സൺ ആൻഡ് മെമ്പറിന് ഒരു 3 month നോട്ടീസ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും പറ്റും. സെക്ഷൻ 8 ആണ് അത് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ദി ഫങ്ഷൻസ് ഓഫ് FSSAI. സോ FSSAIന്റെ ജനറൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന ഓരോ ഓഫീസേഴ്സിനും വേറെയും കുറെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫങ്ഷൻ ഇസ് ഫോർമുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പം FSSAI ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കീ പ്രൊവിഷൻസിലുള്ള സാധനങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ബേസിക് ലോജിക് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമുക്ക് കൺസ്യൂം ചെയ്യുന്ന ഓരോ ഫുഡ് ഇൻക്ലൂഡിംഗ് ദി ഇൻഗ്രീഡിയൻസ്, അഡിറ്റീവ്സ്, കണ്ടാമിനൻസ്, ലേബലിംഗ്, പാക്കേജിംഗ്, ഇതിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ, ഫുഡ് ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ, ലൈസൻസിങ്ങിന്റെ ഒക്കെ പ്രൊസീജിയേഴ്സും ക്രൈറ്റീരിയാസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് FSSAI ആണ്. It establishes the procedures and criteria for licensing and registration. And monitoring and surveillance, അതായത് പീരിയോഡിക്കൽ ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കലായിട്ട് സർവൈലൻസും മോണിറ്ററിംഗ് നടക്കും. ഫുഡ് ബിസിനസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യും നടക്കും പ്രോപ്പർ ആയിട്ട്. അതേപോലെ സാമ്പിൾ കളക്ഷൻ നടക്കും.
ദെൻ പ്രൊമോഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി, അതായത് ഫുഡ് സേഫ്റ്റിയും ഹൈജീൻ പ്രാക്ടീസസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ FSSAI പല സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് റിസർച്ചും സ്റ്റഡീസും ഒക്കെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ ഫീൽഡിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല റിസർച്ചസും സ്റ്റഡീസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട്, അതായത് നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ഒക്കെ റെഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീൽ ചെയ്യും. അതിന്റെ സ്റ്റാൻഡേർഡ്സ്, ലേബലിംഗ്, പാക്കേജിംഗ്, ഡോക്യുമെന്റേഷൻ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്തെങ്കിലും മാർക്കറ്റിൽ അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കംപ്ലൈന്റ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള അതോറിറ്റിയും നമ്മുടെ FSSAIക്ക് ഉണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. FSSAIന്റെ കോമ്പോസിഷൻ പറഞ്ഞു, അതിന്റെ ടെന്യൂർ, സെലക്ഷൻ കമ്മിറ്റി, ഫങ്ഷൻസ്. അത് കൺഫ്യൂസ് ആവരുത്. FSSAIന്റെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആണ്, സെലക്ഷൻ കമ്മിറ്റിന്റെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആണ്. അതിൽ ഓരോരുത്തർ എത്ര പേരുണ്ടെന്ന് വെച്ചുള്ള ഓർത്ത് വെക്കുക. ആൻഡ് ടെന്യൂർ ഓഫ് ദി FSSAI എന്ന് പറയുന്നത് യൂഷ്വലി 3 years, എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ് ഫോർ അനദർ 3 years. സോ ടെക്നിക്കലി ഒരു 6 years മാക്സിമം ഉണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ബിക്കോസ് നമുക്കിനി അടുത്ത അതോറിറ്റിയിലോട്ട് പോവാം, വിച്ച് ഇസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡീൽ പറയുന്നത് സെക്ഷൻ 10 പറയുന്നത് ഓഫ് ചാപ്റ്റർ 2. ഒബ്വിയസ്ലി റാങ്ക്, ഇദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെക്കാളും താഴെ ആയിരിക്കരുത്. സോ ദ റാങ്ക് ഷുഡ് നോട്ട് ബി ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ FSSAIക്ക് ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ഇനിയുള്ള ഫംഗ്ഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്, കാരണം ഇനി വരുന്ന ഓഫീസേഴ്സിന്റെയും അതോറിറ്റീസിന്റെയും ഫംഗ്ഷൻസ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ലീഗൽ റെപ്രസെന്റേറ്റീവ്, അതായത് നമ്മുടെ ഫുഡ് അതോറിറ്റിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്, ഓർ ദി CEO. ഓൾസോ ബജറ്റ് മാനേജ്മെന്റ്, ഫുഡ് അതോറിറ്റിന്റെ ഓരോ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, പിന്നെ അവരുടെ ബജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് CEO ആണ്. ദെൻ സെൻട്രൽ ഗവൺമെന്റും പിന്നെ നമ്മുടെ ഫുഡ് അതോറിറ്റിയും തമ്മിലുള്ള കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും CEO ആണ്. ഓൾസോ ചില കേസസിൽ ഫുഡ് സേഫ്റ്റി മാറ്റേഴ്സിലൊക്കെ വരുമ്പം ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓർ ദി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിന്റെ പവേഴ്സ് വരെ ചിലപ്പം CEOക്ക് എക്സസൈസ് ചെയ്യാം. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി നമ്മൾ കുറച്ചുകൂടെ ഡീൽ ചെയ്യും, അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ഉണ്ട്. അപ്പൊ ചില കേസസിൽ നമ്മുടെ CEOക്ക് അവരുടെ പവേഴ്സ് ഒക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും. So the next authority is Central Advisory Committee. അപ്പൊ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫുഡ് അതോറിറ്റി ആണ്. ഒരു നോട്ടിഫിക്കേഷൻ വഴിയാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. സോ ആദ്യത്തെ 2 മെമ്പേഴ്സ്, 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രി, അങ്ങനെയല്ല, ഫുഡ് ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, കൺസ്യൂമേഴ്സ്, പിന്നെ റിസർച്ച് ബോഡീസ് ആൻഡ് ഫുഡ് ലബോറട്ടറീസ്. ഈ 5 സെക്ടേഴ്സിലുള്ള 2 മെമ്പേഴ്സ് വെച്ച് ഉണ്ടാക്കി. സോ ടോട്ടലി ഇവിടെ നിന്ന് 10 മെമ്പേഴ്സ് ഉണ്ടാവും. 2 members each to represent the interest of food industry, agriculture, consumers, research bodies and food laboratories. അങ്ങനെ 2 മെമ്പേഴ്സ് ഓരോ സെക്ടറിലും ഉണ്ടാവും. ദെൻ ഓൾ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, എല്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ്, എല്ലാ സ്റ്റേറ്റ് ഫുഡ് കമ്മീഷണേഴ്സ് ഉണ്ടായിരിക്കും. Then chairperson of the scientific committee as an ex officio member. Scientific committee നമ്മൾ ഇനി പഠിക്കും. So scientific committeeന്റെ chairperson ആൻഡ് ഓൾസോ ഇൻവൈറ്റീസ്, കുറെ ആൾക്കാരെ ഇൻവൈറ്റീസ് ആയിട്ടും വരുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻ, ദെൻ ഗവൺമെന്റ് റെക്കഗ്നൈസ് ഫാമേഴ്സ്, ഇവരൊക്കെ ഇൻവൈറ്റീസ് ആയിട്ടും ഉണ്ടായിരിക്കും. സോ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ, 2 members to represent the industries of food industry, agriculture, consumers, research bodies, food laboratories. All commissioners of food safety, very important. Then chairperson of the scientific committee, then invitees. ഇതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു അഡ്വൈസറി റോൾ ആണ് അവർക്കുള്ളത്. അതായത് നമ്മുടെ ഫുഡ് അതോറിറ്റിന്റെ എല്ലാ ഓപ്പറേഷൻസും ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറെ അഡ്വൈസസ് കൊടുക്കുക. അതായത് അവരെങ്ങനെ പെർഫോം ചെയ്യണം, അവരുടെ ഡ്യൂട്ടീസിന്റെ ഒക്കെ പെർഫോമൻസിന് കുറച്ച് അഡ്വൈസ് കൊടുക്കുക.
ദെൻ എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിലോ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, പിന്നെ ഫങ്ഷൻസ്. ഇതിലൊക്കെ കുറച്ച് അഡ്വൈസറി റോൾ മാത്രമേ ഉള്ളൂ ഈ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിക്ക്. അടുത്തതാണ് സയന്റിഫിക് പാനൽസ്. സോ സയന്റിഫിക് പാനൽസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റി തന്നെയാണ്. ഈ സയന്റിഫിക് പാനൽസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സയന്റിഫിക് എക്സ്പേർട്സും ഉണ്ടായിരിക്കും. അപ്പം അത് കൂടാണ്ട് നമുക്ക് ഫുഡ് അതോറിറ്റിക്ക് വേണമെങ്കിൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് പാനൽസിനെയും എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് ഏതെങ്കിലും ഫുഡ് അഡിറ്റീവ്സ്, ഫ്ലേവറിങ്സ്, പ്രോസസിംഗ് എയ്ഡ്സ്, മെറ്റീരിയൽസ് ഇൻ കോൺടാക്ട് വിത്ത് ഫുഡ്, ഇതിനെ മാത്രം ഡീൽ ചെയ്യുന്ന സയന്റിഫിക് പാനൽ. അതേപോലെ തന്നെ വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള pesticides and antibiotic residues, genetically modified organisms and foods, then functional foods, nutraceuticals, dietetic products, similar products, biological hazards, contaminants in food chain, labeling, method of sampling and analysis. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് കേസസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സയന്റിഫിക് പാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാല് ബേസിക്കലി ഡയറ്ററി സപ്ലിമെന്റ്സ് ഒക്കെ അല്ല, നമ്മുടെ ഏതെങ്കിലും ബോഡിക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഡ്രഗ്സിനെ അല്ലെങ്കിൽ സപ്ലിമെന്റ്സിനെയൊക്കെയാണ് നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, അങ്ങനത്തെ എല്ലാത്തിനും ഡീൽ ചെയ്യുന്ന സയന്റിഫിക് പാനൽസും ഫുഡ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സയന്റിഫിക് കമ്മിറ്റി. സോ സയന്റിഫിക് കമ്മിറ്റി, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് chairpersons of scientific panels plus 6 independent scientific experts who are not affiliated with any panel. അതായത് നേരത്തെ പറഞ്ഞ സയന്റിഫിക് പാനൽസിന്റെ ഒക്കെ ചെയർപേഴ്സണും അത് കൂടാണ്ട് ഈ സയന്റിഫിക് പാനലിൽ ഒന്നും വരാത്ത ഒരു എക്സ്ട്രാ 6 ഇൻഡിപെൻഡന്റ് സയന്റിഫിക് എക്സ്പേർട്സ്, ഇവരാണ് സയന്റിഫിക് കമ്മിറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വാട്ട് ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സയന്റിഫിക് കമ്മിറ്റി? സയന്റിഫിക് കമ്മിറ്റിന്റെ മെയിൻ ഫങ്ഷൻസ് പറഞ്ഞാൽ, ഒന്ന് ഫുഡ് അതോറിറ്റിക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കൊടുക്കുക. ഇനി എന്തെങ്കിലും പബ്ലിക് ഹിയറിംഗ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുക. ദെൻ സയന്റിഫിക് ഒപ്പീനിയൻസിലൊക്കെ, അതായത് ബേസിക്കലി സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നോക്കുന്നത്. ദെൻ സയന്റിഫിക് പാനൽസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് വർക്കിംഗ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സയന്റിഫിക് കമ്മിറ്റിയാണ്. അപ്പൊ സയന്റിഫിക് പാനൽസിനൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സയന്റിഫിക് കമ്മിറ്റി ഉള്ളത്. അതേപോലെ തന്നെ എന്താണ്, ഇൻ കേസ് ഓരോ പാനൽസിലും സയന്റിഫിക് പാനൽസിലൊക്കെ വരുന്ന ഏതെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ടോപ്പിക്സിലൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ നമ്മുടെ സയന്റിഫിക് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് ഈ ഓരോ പാനലിലെ സയന്റിഫിക് പാനലിൽ കീഴിൽ വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പാനലിലൊന്നും ഏതെങ്കിലും ഇഷ്യൂസ് വരുന്നില്ല, അതായത് പാനലിലെയും പുറത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ഗ്രൂപ്പ്സും നമ്മുടെ സയന്റിഫിക് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോ സയന്റിഫിക് പാനലിന്റെയും ഇഷ്യൂസിൽ കുറച്ച് ഒപ്പീനിയൻസ് കൊടുക്കാം. ദെൻ സയന്റിഫിക് പാനലിന്റെ കീഴിൽ വരാത്ത എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ഗ്രൂപ്പ്സും സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വാസ് അബൌട്ട് സയന്റിഫിക് കമ്മിറ്റി. ഇനി വരുന്ന രണ്ട് ചെറിയ അതോറിറ്റീസ് ആണ്. സെൻട്രൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻസ് അതോറിറ്റി വളരെ ഡയറക്റ്റ് ആണ്. സെൻട്രൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് പറയുമ്പം നാഷണൽ ലെവൽ അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫുഡ് ബിസിനസിന് വേണ്ടിയിട്ട് ലൈസൻസും രജിസ്ട്രേഷനും കൊടുക്കുന്നത് നമ്മുടെ സെൻട്രൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻസ് അതോറിറ്റി ആണ്. അതേപോലെ തന്നെ സെൻട്രൽ ഫുഡ് ലബോറട്ടറി സെൻട്രൽ ഗവൺമെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫുഡ് സാമ്പിൾസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സെൻട്രൽ ഫുഡ് ലബോറട്ടറി ഉള്ളത്. സോ ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ്. ഇസ് ദിസ് ക്ലിയർ? ഡിഫറെന്റ് അതോറിറ്റീസ് ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ വാസ് FSSAI, ദെൻ CEO, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, വളരെ അഡ്വൈസറി റോൾ ആണുള്ളത്. ദെൻ സയന്റിഫിക് പാനൽസ്, സയന്റിഫിക് കമ്മിറ്റി, സെൻട്രൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻസ് അതോറിറ്റി ആൻഡ് സെൻട്രൽ ഫുഡ് ലബോറട്ടറി. സോ ഇനി വരുന്നത് ഓഫീസേഴ്സ് ആണ്. ഇത്ര നേരം പഠിച്ചത് ഓരോ കുറച്ച് അതോറിറ്റീസ് ആൻഡ് കമ്മിറ്റീസ് ആയിരുന്നു. ഇനി നമുക്ക് വളരെ സ്പെസിഫിക് ഫങ്ഷൻസ് ഉള്ള ഓഫീസേഴ്സിനെ പഠിക്കാം. അപ്പം ഇവിടെയും ഓഫീസേഴ്സ് ആരാണ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് 4 ഓഫീസേഴ്സ് ആണ്. സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആൻഡ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. ഇവരുടെ ഫങ്ഷൻസ് ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂസ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾമോസ്റ്റ്
ഡിഫറെന്റ് ആണ് ഇവരുടെയൊക്കെ, എന്നാലും ചിലപ്പോൾ മാറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്താണ് ക്ലാസ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, the first one is Commissioner of Food Safety of the state. അപ്പം ഓരോ സ്റ്റേറ്റിനും വേണ്ടിയിട്ട് നമ്മുടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി അത് എപ്പോഴും ഒരു IAS ഓഫീസർ ആയിരിക്കും ഉണ്ടാവുക. IAS ഓഫീസറിനെയാണ് കമ്മീഷണർ ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഫങ്ഷൻസ്, ഫസ്റ്റ് വൺ ഇസ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പബ്ലിക് ഹെൽത്തിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഫുഡ് ആർട്ടിക്കിളിൽ അവരുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡ് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഓർ സെയിൽ ഇതിനെ മൊത്തത്തിൽ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ കമ്മീഷണറിനുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ സർവേസ്, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സർവേസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലും മാനുഫാക്ചറിങ് സെക്ടേഴ്സിലൊക്കെ സർവേസ് കണ്ടക്ട് ചെയ്യാനുള്ള പവറും കമ്മീഷണറിനുണ്ട്. ദെൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് നമ്മുടെ ഫുഡ് അതോറിറ്റിയിലുള്ള ഓരോ ഓഫീസേഴ്സിനും പിന്നെ ഫുഡ് ചെയിനുള്ള ആൾക്കാർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും. ദെൻ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റേഷൻ, അതായത് ഓരോ ഫുഡ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടും യൂണിഫോം ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതൊക്കെ ചുമതല ഫുഡ് സേഫ്റ്റി കമ്മീഷനാണ് ഉള്ളത്. സാങ്ഷൻ പ്രോസിക്യൂഷൻസ്, അതായത് ഇനി എന്തെങ്കിലും ഈ ആക്ടിന്റെ കീഴിൽ ഈ ആക്ടിന്റെ അണ്ടറിൽ എന്തെങ്കിലും ഒഫൻസസിലൊക്കെ ഇംപ്രിസൺമെന്റ് വരുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് പാലിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു ഓർഡറിനെ അവര് വയലേറ്റ് ചെയ്തു, അപ്പൊ അത് കാരണം വരുന്ന പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്നത്, അതിന്റെ പ്രോസിക്യൂഷൻസ് സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷനാണ്. പിന്നെ അത് കൂടാണ്ട് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന പോലെ കുറച്ച് അഡീഷണൽ ഫങ്ഷൻസും നമ്മുടെ ഫുഡ് കമ്മീഷണർ പെർഫോം ചെയ്യും. പിന്നെ വരുന്നൊരു കാര്യം എന്താ വെച്ചാല്, വേണമെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന് അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിലും പവേഴ്സ് ഒക്കെ ബാക്കിയുള്ള ഓഫീസേഴ്സിന് കൊടുക്കാം, അതായത് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനൊക്കെ കൊടുക്കാം. പക്ഷെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് ഫുഡ് അനലിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന പവർ എപ്പോഴും നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരിക്കും. സോ ദ പവർ ടു അപ്പോയിന്റ് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് ഫുഡ് അനലിസ്റ്റ് ഇത് എപ്പോഴും നമ്മുടെ കമ്മീഷണറിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പവർ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല. അതും പറഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേരെ പോയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതല്ല, എപ്പോഴും ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ജസ്റ്റ് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ബട്ട് ടെക്നിക്കലി ആ ലോ പ്രകാരം ദ പവർ ടു അപ്പോയിന്റ് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് ഫുഡ് അനലിസ്റ്റ് ഇതൊക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഇപ്പം ഡെസിഗ്നേറ്റഡ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് സബ് ഡിവിഷണൽ ഓഫീസർ ആയിരിക്കണം. സോ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ് ഒരു സ്പെസിഫൈഡ് ഏരിയന്റെ ഫുഡ് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്. യൂഷ്വലി ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ്. സോ വൺ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫോർ ഈച്ച് ഡിസ്ട്രിക്ട്. അപ്പൊ അവരുടെ സ്പെസിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ആയിരിക്കും. What are the functions? First one is licensing, very important. നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ള ലൈസൻസസ് ഇഷ്യൂ ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ്. സോ ദ ഇഷ്യൂയിങ് ആൻഡ് ക്യാൻസലിംഗ് ഓഫ് ലൈസൻസസ് ഫോർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആരാണ്? ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഇവിടെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനും പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാം. ഏതെങ്കിലും ഫുഡ് നമ്മുടെ ആക്ടിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് ആർട്ടിക്കിളിന്റെ സെയിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. Then സാമ്പിൾ അനാലിസിസ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഫുഡ് റിപ്പോർട്ട്, അതായത് ഫുഡ് അനാലിസിസിന്റെ സാമ്പിൾസിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്നതും ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിരിക്കും, അത് അനലൈസ് ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ആൻഡ് ഇനി ഈ റിപ്പോർട്ട് പ്രകാരം ഏതെങ്കിലും വയലേഷൻസിൽ ഇംപ്രിസൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ കേസസ് ഒക്കെ നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനോട്ട് റെക്കമെൻഡ് ചെയ്യും. ഇംപ്രിസൺമെന്റ് പണിഷ്മെന്റ് ആയിട്ട് വരുന്ന കേസസ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ഇനി പണിഷ്മെന്റ്സ് ഫൈൻ മാത്രമാണ് എങ്കിൽ അതിന്റെ പ്രോസിക്യൂഷൻസ് സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ്. അപ്പൊ കൺഫ്യൂസ് ആയത്, ഇംപ്രിസൺമെന്റ്
വരുന്ന ഇംപ്രസൺമെന്റ് പണിഷ്മെന്റ് ആയിട്ട് വരുന്ന കേസസിന്റെ സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്. ഫൈൻ ആണ് പണിഷ്മെന്റ് എങ്കിൽ വരുന്നത്, അതിന്റെ സാങ്ഷൻ വരുന്നത് അത് സാങ്ഷൻ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ഇംപ്രസൺമെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കേസസ് റെക്കമെൻഡ് ചെയ്യും, ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ പോയിട്ട് കമ്മീഷണറിലേക്ക് റെക്കമെൻഡ് ചെയ്യാം, പക്ഷെ ഫൈനൽ സാങ്ഷൻ ചെയ്യുന്നത് കമ്മീഷണർ ആയിരിക്കും. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, ഓരോ ഇൻസ്പെക്ഷൻസിന്റെ ഒക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് എതിരെയുള്ള കംപ്ലൈൻസും വയലേഷൻസും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ദെൻ എന്തെങ്കിലും അഡീഷണൽ ഡ്യൂട്ടീസ്, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി പറയുന്ന അഡീഷണൽ ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഉണ്ട്. സോ അഗെയിൻ ദ ഫങ്ഷൻസ്: ലൈസൻസിങ്, പ്രൊഹിബിഷൻ ഓർഡേഴ്സ്, സാമ്പിൾ അനാലിസിസ്, പ്രോസിക്യൂഷൻ, റെക്കമെൻഡേഷൻസ്. ഏത് ഇംപ്രസൺമെന്റ് വരുന്ന കേസസ് റെക്കമെൻഡ് ചെയ്യും. ദെൻ സാങ്ഷൻ പ്രോസിക്യൂഷൻസ് ഡീലിംഗ് വിത്ത് ഫൈൻസ്, റെക്കോർഡ് കീപ്പിംഗ്, complaint investigation, then additional duties. Clear? So the next one is food safety officer. Food safety officer name appoint ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്. ഇദ്ദേഹമാണ് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഓരോ സ്റ്റേറ്റിന്റെയും മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യാൻ. എല്ലായിടത്തും കുറെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ മൊത്തത്തിൽ. അപ്പം ഇവരാണ് ഫുഡ് ബിസിനസ് ഇൻസ്പെക്ട് ചെയ്യുന്നതും സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നെസസറി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതും ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ദി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റി ആയിട്ട് റിലേറ്റഡ് ഉള്ള വയലേഷൻസിനൊക്കെ കേസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു കോർട്ട് സിസ്റ്റം ആണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. അപ്പം അവരുടെ ലീഗൽ ആയിട്ടുള്ള കേസസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് യൂഷ്വലി നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ റാങ്കിനെക്കാളും കുറയാൻ പാടില്ല നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിൻ്റെത്. ആൻഡ് അഡ്ജുഡിക്കേഷൻ പ്രോസസ്, അതായത് ആ ലീഗൽ പ്രോസസ് യൂഷ്വലി സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. What are the functions of adjudicating officer? ഓപ്പർച്യൂണിറ്റി ഫോർ റെപ്രസെന്റേഷൻ, അതായത് നമ്മൾ ഈ കേസിൽ വരുന്ന ആൾക്ക് ഒരു റെപ്രസെന്റേഷൻ, ലീഗൽ റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, കേസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെനാൾട്ടീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്നത്, അതായത് ആക്ട് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ പെനാൾട്ടി ഇമ്പോസ് ചെയ്യുന്നത് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ആണ്. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന് പവേഴ്സ് എന്ന് പറയുന്നത് സിവിൽ കോർട്ട് പവേഴ്സ് ആണുള്ളത്. യൂഷ്വലി നമുക്ക് കോർട്ടിൽ രണ്ട് ടൈപ്പ് കോർട്ട് ആണുള്ളത്. ഇന്ത്യയിൽ രണ്ട് കോർട്ട് സിസ്റ്റം ആണുള്ളത്. വി ഹാവ് ദി സിവിൽ കോർട്ട് ആൻഡ് ദി ക്രിമിനൽ കോർട്ട്. ക്രിമിനൽ കോർട്ട് വേറെ തന്നെ സെപ്പറേറ്റ് സിസ്റ്റമാണ്. അപ്പം സിവിൽ കോർട്ടിന് സിമിലർ ആയിട്ടുള്ള പവേഴ്സ് ആണ് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനുള്ളത്. ആൻഡ് യൂഷ്വലി ഈ പ്രൊസീഡിങ്സ്, അദ്ദേഹം എടുക്കുന്ന ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് IPC സെക്ഷൻ 193 ആൻഡ് സെക്ഷൻ 228 പ്രകാരമായിരിക്കും പ്രൊസീഡിങ്സ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഒരു സിവിൽ കോർട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഏതാണ്? CRPC സെക്ഷൻ 345 ആൻഡ് 346 പ്രകാരമാണ് ഇതൊരു സിവിൽ കോർട്ട് ആണ് എന്ന് പറയുന്നത്. ആൻഡ് പെനാൾട്ടി ഒക്കെ ഇമ്പോസ് ചെയ്യുമ്പം FSSA ആക്ട് 2006 സെക്ഷൻ 49 പ്രകാരമാണ്, 49 കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ പെനാൾട്ടി ഒക്കെ ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. റാങ്ക് നോട്ട് ബിലോ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. റെപ്രസെന്റേഷൻ കൊടുക്കും, പെനാൾട്ടീസ് കൊടുക്കും. സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ആണുള്ളത്. ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ 193 ആൻഡ് 228 ഓഫ് IPC. ദെൻ ഇത് ഓർത്തു വയ്ക്കുക, സെക്ഷൻ 49 പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത് പെനാൾട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല. എനിവേ, അക്കോർഡിംഗ് ടു FSS rules, who shall be responsible for inspection of food business, drawing samples and sending them to food analyst for analysis? Food safety officer, designated officer, assistant commissioner, or the commissioner? Oh shit. Okay. Anyway, commissioner is manslay. So who would be that? Food safety officer or designated officer? Safety officer. Yes, the correct answer is food safety officer.
കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് ആദ്യം തന്നെ ഫുഡ് ആർട്ടിക്കിൾസ് സാമ്പിൾസ് എടുക്കുന്നതും പിന്നെ സാമ്പിൾസ് ഒക്കെ ഫുഡ് അനലിസ്റ്റിന് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അതോറിറ്റീസ് കഴിഞ്ഞു, ഓഫീസേഴ്സ് കഴിഞ്ഞു. ഇനി വരുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷൻ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എന്ന് തന്നെ പറയാം, ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. അപ്പം കുറെ ടൈപ്പ് ഫുഡ് ആർട്ടിക്കിൾസ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 4 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്, സെക്ഷൻ 19 to 24. അപ്പം ഓരോ ഫുഡ് ആർട്ടിക്കിൾസിനും റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, അതിന്റെ സേഫ്റ്റി, ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4, ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. So this is the chapter 4, section 19, use of food additive or processing aid. Section 20 ആണ് contaminants, naturally occurring toxic substances, heavy metals, etc. ഒക്കെ ഡീൽ ചെയ്യുന്നത്. Section 21, pesticides, drug residues, antibiotics, microbiological counts. Section 22, GMO, genetically modified foods, organic foods, functional foods, proprietary foods, etc. Section 23, packaging and labeling of foods. And Section 24, restrictions of advertisement and prohibition. അതും ഡീൽ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാണ് എന്തൊക്കെയാണ്, കുറച്ച് ബ്രീഫായിട്ട് പറയാനുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വൺ ഇസ് കണ്ടാമിനൻസ് ആൻഡ് റെസിഡ്യൂസ്. അപ്പം ഒരു ഫുഡ് ആർട്ടിക്കിളില് അലൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള കണ്ടാമിനൻസ് സച്ച് ആസ് ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഇതിന്റെയൊക്കെ മാക്സിമം ലിമിറ്റ് എത്രത്തോളമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ് അഡിറ്റീവ്സ്, അതേപോലെ തന്നെ ഓരോ ഫുഡ് ആർട്ടിക്കിൾസിലുള്ള ഫുഡ് അഡിറ്റീവ്സിന്റെ ലെവൽ. ദെൻ പാക്കേജിങ് ആൻഡ് ലേബൽ, അതായത് പാക്കേജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പാക്കേജിങ് സ്റ്റാൻഡേർഡ്സ്, ലേബലിംഗ് റിക്വയർമെന്റ്സ്, ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ചില ഫുഡ് പ്രോഡക്ട്സ് ലേബൽ ചെയ്യുമ്പം അവരുടെ ലേബലില് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പം അതായത് എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്, എത്രത്തോളം ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഫുഡ് ഇൻഗ്രീഡിയൻസ് പെർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ചോയ്സ് എടുക്കണമെങ്കിൽ, ഡിസിഷൻ എടുക്കണമെങ്കിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കണം. അങ്ങനെയും പറയുന്നുണ്ട്. Then it prohibits the manufacture, sale, distribution or import of any product that is unsafe or injurious to health. നമ്മുടെ ഹെൽത്തിന് അൺസേഫ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻജുറിയസ് ആയിട്ടുള്ള ഏത് ഫുഡിന്റെ മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട്, ഇതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഡൾട്രേഷനും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടോ ആവശ്യമില്ലാത്ത, നമ്മുടെ ഹെൽത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഒക്കെ ആഡ് ചെയ്യുന്നതിനാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാണ്ടായിരിക്കാം, രണ്ടും എന്താണ് ഇത് ഈ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദിസ് ഇറ്റ് ഓൾസോ പ്രൊഹിബിറ്റ്സ് എന്താണ് മിസ്ബ്രാൻഡിങ് ഫുഡ്, അതായത് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ലേബൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫുഡ് പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണം, പ്രസന്റ് ചെയ്യണം, കള്ളത്തരങ്ങളൊന്നും എഴുതി വയ്ക്കാൻ പാടില്ല. Then it also deals with genetically modified and special foods, such as genetically modified foods, irradiated foods, organic foods. പിന്നെ വേറെ കുറെ സ്പെഷ്യൽ ഫുഡ് കാറ്റഗറീസിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡ് റീകോൾ ചെയ്യാം, അതായത് എന്തെങ്കിലും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാം. Then special provisions for infant milk substitutes and infant foods. അത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ റെഗുലേഷൻ ആയിട്ടും പറയുന്നുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ ദിസ് ആക്ട് കണ്ടെയ്ൻസ് സ്പെസിഫിക് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു റെഗുലേഷൻ ഓഫ് ഇൻഫന്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇൻഫന്റ് ഫുഡ്സ്, പിന്നെ അതർ പ്രോഡക്ട്സ്, ഇൻഫന്റ് ആയിട്ടുള്ള അവരുടെ ഇൻഫന്റ് ഫുഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിന്റെയും സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെന്റ്സ്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ അഡ്വർടൈസിങ്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും അലൗഡ് അല്ല. അതേപോലെ തന്നെ ഫുഡ് സ്റ്റാൻഡേർഡ്സിന്റെ ഫാൾസ് റെപ്രസെന്റേഷൻ, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്ലെയിംസ്, അൺസയന്റിഫിക് ഗ്യാരണ്ടീസ്, ഇതൊക്കെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇതൊന്നും അലൗഡ് അല്ല ഈ ഒരു ആക്ട് പ്രകാരം. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ്. പ്രൊഹിബിഷൻ ഓർഡേഴ്സ് എന്ന് പറയുന്നത് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്തിന് എന്തെങ്കിലും ത്രെറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ട്
കംപ്ലൈ ചെയ്യാതെ ഏതെങ്കിലും ഫുഡ് സബ്സ്റ്റൻസിനെ മാർക്കറ്റിൽ നിന്ന് മൊത്തത്തിൽ റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനുള്ള ഓർഡറിനെയാണ് നമ്മൾ പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇതിന് ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊഹിബിഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ സെയിൽസ് റെഗുലേഷൻ 2011. ഈ ഒരു റെഗുലേഷൻ ആക്ട് ആണ് നമ്മുടെ പ്രൊഹിബിഷൻ ഓർഡറിന് ഫ്രെയിം വർക്ക് കൊടുക്കുന്നത്. സോ എന്തിനൊക്കെയായിരിക്കും പ്രൊഹിബിഷൻ ഓർഡേഴ്സ് റിലീസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആ ഫുഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് റിസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്താണ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, ഓർ ആ ഒരു ഫുഡിൽ എന്തെങ്കിലും ഓൾറെഡി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. യൂഷ്വലി പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സും ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സും ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി, ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ഓർ ദി ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ്, ഇവർക്കാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളത്. സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വഴിയാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോർട്ട് എന്ത് ചെയ്യും? ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന്റെ മൊത്തത്തിൽ പ്രൊഹിബിറ്റ് ചെയ്യും. ഏതെങ്കിലും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ ഫുഡിന്റെ സെയിലെ മൊത്തത്തിൽ പ്രൊഹിബിറ്റ് ചെയ്യും. അപ്പം ഒരു കോപ്പി, ഈ ഒരു പ്രൊഹിബിഷൻ ഓർഡറിന്റെ ഒരു കോപ്പി ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനും കൊടുക്കണം. ഇനി എന്തെങ്കിലും വലിയൊരു ഏരിയ അല്ലെങ്കിൽ എക്വിപ്മെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്, അതായത് ഹോട്ടൽ ആയിരിക്കാം, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിരിക്കാം, അവിടെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ മുന്നിൽ എല്ലാവർക്കും കാണത്തക്ക വിധം ആ ഒരു കോപ്പി നമ്മൾ ഫിക്സ് ചെയ്യണം. ദെൻ ഇൻ കേസ് ഈ നമ്മൾ ഈ പ്രൊഹിബിഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം അയാൾ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ആളോ അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോ ഈ ഓർഡറിനെ പാലിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഓർഡർ പാലിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയാൾക്കെതിരെ 3 ലക്ഷം വരെ ഫൈനും ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ പ്രൊഹിബിഷൻ ഓർഡർ കിട്ടി ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന്. അപ്പൊ ഈ ഓപ്പറേറ്റർ എന്താ ചെയ്യേണ്ട? ആ പ്രൊഹിബിഷൻ ഓർഡർ പിൻവലിക്കാനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കണം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഓപ്പറേറ്റർ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനും ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനൊക്കെ. അപ്പൊ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യും? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ അപ്രൂവൽ കിട്ടിയാൽ, അതായത് നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ വേണ്ട മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ആ പ്രൊഹിബിഷൻ ഓർഡർ പിൻവലിക്കാം. അപ്പം യൂഷ്വലി ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഓപ്പറേറ്റർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് 7 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഇനി നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല, ഈ ഓപ്പറേറ്റർ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ മെഷേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന്റെ റീസൺസ് 14 ദിവസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ ഓപ്പറേറ്ററിന്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. നമ്മുടെ ഓപ്പറേറ്റർ സബ്മിറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ, ഓപ്പറേറ്റർ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ 7 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇനി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 14 ഡേയ്സിനുള്ളിൽ അതിന്റെ റീസൺ കൊടുക്കണം. യൂഷ്വലി പ്രൊഹിബിഷൻ ഓർഡർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്, ടിപ്പിക്കലി നോട്ട് ലെസ് ദാൻ 6 months. അപ്പം ഒരു 6 monthsനുള്ളിൽ ഈ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പം പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? 6 monthsനുള്ളിൽ തന്നെ പ്രൊഹിബിഷൻ ഓർഡർ കിട്ടിയതിനു ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ കിട്ടിയതിനു ശേഷം വിത്തിൻ 3 months തന്നെ കൊടുക്കണം. അതായത് വീണ്ടും റീകൺസിഡർ ചെയ്യാൻ പറയണം. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പൊ എന്തായാലും പറയാം ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യണം. അപ്പം വിത്തിൻ 3 monthsനുള്ളിൽ തന്നെ അടുത്ത ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് അബൌട്ട് പ്രൊഹിബിഷൻ ഓർഡേഴ്സ്. ഇസ് ദാറ്റ് ക്ലിയർ? പ്രൊഹിബിഷൻ ഓർഡർ ക്ലിയർ അല്ല, അതിന്റെ ഒരു പ്രോസസ് ക്ലിയർ ആണ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാ ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് കൂടെ പറഞ്ഞാൽ നിർത്താം. ഓക്കെ, സോ എപ്പം ഒക്കെയാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് എപ്പോഴൊക്കെയാണ് നമ്മുടെ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്? സോ ഇറ്റ് ഡീൽസ് ഇറേഡിയേറ്റഡ് ഫുഡ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ദെൻ additives beyond prescribed limits, then contaminants and residues beyond permissible levels, when food products does not comply with labeling requirements, import and export of foods, then violation of prohibition orders. ഈ കേസസിലൊക്കെയാണ് നമ്മുടെ FSSAI ഫുഡ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം.
ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.